ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ, കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തു, അതായത് സത്യം ഒന്ന് വിളിച്ചു പറഞ്ഞില്ല, പറയാനായിട്ട് പോയി. അപ്പോൾ തന്നെ ദാ കിടക്കുന്നടാ എന്റെ അമ്മയ്ക്ക് വിളി, അതോടൊപ്പം തന്നെ എന്നെ തെറിവിളി, ഇനി നിന്റെ വീഡിയോ കാണത്തില്ല, അൺഫോളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ്. അത് മാത്രമല്ല എന്റെ വീഡിയോ എടുത്തോണ്ട് ഓരോരുത്തർ എടുത്ത് പ്രതികരിക്കുന്നു. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇവിടെ നടക്കുകയാണ്. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണ്. പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ റീച്ച് ഉള്ളിടത്ത് നിൽക്കുക, അല്ലെങ്കിൽ റീച്ച് ഉള്ളത് മാത്രം നമ്മൾ പറയുക എന്നുള്ളതല്ല. നമ്മൾ അതിനകത്തുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതിലാണ് കാര്യം. ഇവിടെ കിച്ചുവിന്റെ ഭാഗത്ത് സത്യമില്ല. കിച്ചു കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ മാത്രമല്ല, ചെറിയ തെറ്റൊന്നുമല്ല, അതിൽ കൂടുതലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച എന്നെ ഏറിൽ കയറ്റാനായിട്ട് നോക്കിയ ആൾക്കാര് ഇപ്പോഴിതാ ബിഷപ്പിന്റെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ബിലോണ്ട് ദ സീൻ ബൈ അക്കൂസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് അത് ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പോയി അതൊന്ന് കാണണം. ഓക്കെ, അതില് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച്, ബിഷപ്പ് എന്തോ ഇരട്ടത്താപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കിച്ചുവിന്റെ വിവരണവും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ പോയി ആ ചാനലിലുള്ള വീഡിയോ കാണണം. ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. അതിലും അദ്ദേഹം മൊത്തം ഒന്നും പറഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊരു കാര്യം മാത്രമേ അതിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ. എന്തായാലും ഞാനൊന്ന് വെച്ച് തരാം. അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലായിട്ട് ആൾക്കാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ രണ്ട് പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു, പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ പോയേക്കുന്നത് ഫുൾ രേണുസുധിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൻ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൻ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ എന്താ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ ഒരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക ഒരു മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എന്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആർ ശ്രീകണ്ഠൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണം. ഓക്കെ, ഇവിടെ അദ്ദേഹം ഈ പറയുന്ന വസ്തു എഴുതി കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എഴുതി കൊടുത്തത്. പലരും പറയുന്നുണ്ട് ആ വസ്തു തിരിച്ചു മേടിക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളാണ്, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത്. ഈ പറയുന്ന കിച്ചുവിന്റെ കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ വിവരവും ആ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതൊന്ന് കേട്ടു നോക്ക്. ഫുൾ വീഡിയോ നിങ്ങൾ ആ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. നാളെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. ഇന്ന് ബാക്കിയുള്ളതൂടെ കേൾക്കാം. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനമൊക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നത്? ഈ കിച്ചു നല്ല പിള്ളയൊന്നുമല്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സത്യമാണ്. കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇനി പുറത്തു വരിക തന്നെ ചെയ്യും. കിച്ചുവിനെ വിശുദ്ധനാക്കി ആദരിക്കാൻ പോകുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ പലരും പറയുന്നത് കേട്ടു കമന്റിലൂടെ, അതായത് അവൻ അറിവില്ലാത്ത സമയത്ത് അവൻ ചിലപ്പം കയറി പിടിച്ചു കാണും, അവൻ പല കാര്യങ്ങളും ചെയ്തു കാണും, അതൊക്കെ അവന്റെ അറിവില്ലാത്ത പ്രായത്തിലല്ലേ, അതൊക്കെ ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പലരും പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയുള്ള ആ ചെറുക്കനെ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചാൽ അതിന് ആൻസർ എന്തെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ബാക്കി എന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു സുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറയാം. ആ സമയത്ത് രേണു സുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ, കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല.
അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവർ രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ, കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടിൽ ചടങ്ങ് എന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയും ഞാൻ കണ്ടിട്ടു, 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് അവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് അവരുടെ ബൈക്ക് പിടിച്ചോണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടല്ലേ എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകാൻ ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടുത്താനും പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും എന്തുകൊണ്ട് കിച്ചു ആ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകുന്നില്ല? ഈ ഒരു ചോദ്യം തന്നെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്താണ് അതിനിപ്പോ എന്താണ് കുറ്റം, അതിനെന്താണ് കുറ്റം എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. അതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചോദിച്ചു വെക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആ വണ്ടി പോയി മേടിക്കുന്നില്ല? ആർക്കെങ്കിലും പോയി ആ വണ്ടി ഒന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ഒരു കാര്യമാണ്. ആർക്കും ആ വണ്ടി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മേടിച്ചു കൊടുക്കുക, അതൊന്ന് കാണട്ടെ എന്നുള്ള കാര്യമാണ് ബിഷപ്പ് ഇവിടെ പറയുന്നത്. എന്തായാലും ബാക്കിയൂടെ കേട്ടു നോക്കാം. എന്താണെന്നുള്ള കാര്യം തൃക്കൊടുത്താനും പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണം ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു. ഇവരവിടെ ചെല്ലുന്നു, ഇവർ പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റും അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ട പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന് ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിനു കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതെ, സത്യം തന്നെയാണ്. കിച്ചു അവിടെ പോയി ഈ വണ്ടി എടുക്കുന്നില്ല. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ സത്യം വിളിച്ചു പറയുന്നവരുടെ തന്തയ്ക്ക് വിളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്തൊക്കെ സത്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും പിന്നെ ചിലർ പറയുന്നത് കേട്ടു, ബിഗ് ബോസിൽ പോകുന്നത് കൊണ്ട് അവനെ അടിച്ചു താഴ്ത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന്. ആര് ബിഗ് ബോസിൽ പോയാൽ നമുക്കെന്താണ്? അവൻ പോയാൽ അത്രയും നല്ലത്. പക്ഷെ അവൻ ചെയ്ത പോക്രിത്തരങ്ങളും അവൻ ചെയ്ത തെമ്മാടിത്തരങ്ങളും പറയണ്ടേ? പറയണം. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. പോട്ടെ, ഞാൻ എന്തിനു കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു. ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ല അന്നേരം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടുത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം എന്താണെന്ന് വെച്ചാൽ, അതായത് ഫാദർ കിച്ചുവിനെ ഒരു ത്രെറ്റൻ ചെയ്യുമായിരുന്നു. ഒരിക്കലും ഇല്ല. കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അത് എന്താണെന്ന് ഫാദർ ഓപ്പൺ ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്, ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു തിരിച്ചെടുത്ത് രേണുസുതിക്ക് കൊടുക്കുക. എന്തിന്? അതെ, അങ്ങനത്തെ രേണുസുതി വളരെ സെൻസിയർ ആയിട്ട് വേണം. രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവര്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്ന് പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അതൊന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു.
ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിത് കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു പ്രശ്നത്തിന് പോവാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്തതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ബിഷപ്പ് എന്താ പറയുക, അങ്ങ് ഭീഷണിപ്പെടുത്തി, ബിഷപ്പ് ത്രട്ടണിങ് ചെയ്തു എന്നുള്ള കാര്യത്തിലൊക്കെ ആയിരുന്നു സംസാരം. പക്ഷേ അങ്ങനെയല്ല, അതിനകത്ത് വേറെ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ബിഷപ്പ് ഇവിടെ പറയുന്നത്. ഞാനും ഈ ബിഷപ്പ് കിച്ചുവിനെ പറഞ്ഞ സമയത്ത് ഞാനും ബിഷപ്പിനെതിരെ വീഡിയോ ചെയ്ത ഒരാളാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഞാൻ തിരക്കിയിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് പറയുകയും ഞാൻ തിരക്കി അറിഞ്ഞ കാര്യം നിങ്ങളെ അറിയിക്കുകയും ചെയ്തപ്പോഴത്തേനും നിങ്ങളെല്ലാം എനിക്ക് എതിരായിട്ട് തിരിഞ്ഞു. ഇവൻ ആരടാ ഇതൊക്കെ പറയാൻ, ഇവൻ എന്താടാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്, ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് ചിക്കിലി മേടിച്ചിട്ടാണ് ഇവൻ ഇത് പറയുന്നത് എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എന്തായാലും ബിഷപ്പ് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ബിഷപ്പ് വന്ന് പറയുകയോ രേണു വന്ന് പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് തന്നെ പറയണം, ഇത് തന്നെ പറയണം. ഇത് നിസാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഈ വിശുദ്ധനായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴേ എല്ലാ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അത് ഇതെല്ലാം തുറന്നു പറഞ്ഞേനെ. പക്ഷെ എനിക്കതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു രീതിയിൽ കിടക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് പറയാൻ അർഹതയുള്ളവര് രേണു വന്ന് പറയണം, ഇല്ല എങ്കിൽ ബിഷപ്പിന് എന്തെങ്കിലും അറിയാമെങ്കിൽ ബിഷപ്പ് പറയണം, ഇല്ല എങ്കിൽ ആരാണ് കിച്ചു എന്ന് പറയണം, പിന്നെ അല്ല എങ്കിൽ നാട്ടുകാർ വന്ന് പറയണം. നാട്ടുകാരുടെ എടുത്തു വെക്കാൻ പറ്റത്തില്ല. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസാവും. അതുകൊണ്ട് അവർ പറയത്തില്ല, പറയത്തില്ലെന്നല്ല, പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വിടാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. ഇത് ഫുള്ളായിട്ട് കേൾക്കേണ്ടിയവർ ആ ഒരു ചാനലിൽ പോയിട്ട് കാണുക, അവര് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യാൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും